പ്രൊഫഷണൽ റെസ്ലിംഗ് കമ്പനിയായ WWE-യിൽ 2014 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തെയാണ് റിയാലിറ്റി എറ എന്ന് അറിയപ്പെടുന്നത്. 2013-ൽ ഡാനിയൽ ബ്രയൻ WWE-യിലെ ജനപ്രിയ റെസ്ലറുകളിൽ ഒരാളായിരുന്നു. ഈ സമയത്ത് ഡാനിയൽ ബ്രയൻ ഉൾപ്പെടാത്ത സെഗ്മെൻറ്റുകളും മത്സരങ്ങളും ആരാധകർക്ക് കാണാൻ ഉത്സാഹം കുറഞ്ഞു. കൂടാതെ ഈ സമയത്താണ് ഡാനിയൽ ബ്രയൻ്റെ യെസ് ചാൻറ് ഉടലെടുക്കുന്നത്. 2014 റോയൽ റംബിളിന് ശേഷം CM പങ്ക് WWE-യിൽ നിന്ന് ക്വിറ്റ് ചെയ്തു. ഡാനിയൽ ബ്രയൻ്റെ കഥാപാത്രത്തെ ദുരുപയോഗം ചെയ്തതിലുള്ള ആരാധകരുടെ രോഷം റെസിൽമേനിയ 30-ൻ്റെ മെയിൻ ഇവൻറ്റിന് ആസൂത്രിതമല്ലാത്ത മാറ്റത്തിന് കാരണമായി. 2014 മാർച്ച് 24-ലെ റോ എപ്പിസോഡിൽ അന്നത്തെ ഡാനിയൽ ബ്രയൻ്റെ എതിരാളിയായ ട്രിപ്പിൾ എച്ച് ആണ് ദ റിയാലിറ്റി എറ എന്ന പേര് ഈ യുഗത്തിന് നൽകുന്നത്. പിന്നീട് ഡാനിയൽ ബ്രയൻ റെസിൽമേനിയ 30-ൽ മെയിൻ ഇവൻറ്റ് ചെയ്യുകയും റാൻഡി ഓർട്ടനെയും ബെറ്റിസ്റ്റയെയും പരാജയപ്പെടുത്തി ചാമ്പ്യനാവുകയും ചെയ്തു. പിന്നീട് അതേ റെസിൽമേനിയയിൽ തന്നെയാണ് അണ്ടർടേക്കർ ബ്രോക്ക് ലെസ്നറിനോട് പരാജയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ റെസിൽമേനിയ സ്ട്രീക്ക് അവസാനിക്കുകയും ചെയ്യുന്നത്. കൂടാതെ ഈ കാലഘട്ടത്താണ് ജോൺ സീനയുടെ ഫേസ് ഓഫ് ദ കമ്പനി എന്ന പദവി നഷ്ടമാകുന്നത്. റിയാലിറ്റി എറയിലാണ് WWE നെറ്റ്വർക്ക്, WWE പെർഫോമൻസ് സെൻറ്റർ ഇവയൊക്കെ ആരംഭിക്കുന്നത്. കൂടാതെ ദ ഷീൽഡ് എന്ന WWE-യിലെ വളരെ പോപ്പുലറായ ടീമിൻ്റെ തകർച്ച നടക്കുന്നതും ഈ കാലഘട്ടത്താണ്. പിന്നീട് റോമൻ റെയിൻസിൻ്റെ ഉയർച്ചയും അദ്ദേഹം WWE-യുടെ ടോപ്പ് സൂപ്പർ സ്റ്റാർ ആവുകയും ചെയ്തു. 2016 മെയ് 1-ന് നടന്ന പേയ്ബാക്ക് എന്ന പേപ്പർ വ്യൂവിൽ റിയാലിറ്റി എറ അവസാനിക്കുകയും ന്യൂ എറ എന്ന പേരിൽ പുതിയൊരു കാലഘട്ടം രൂപം കൊള്ളുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.